ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ച രാജ്യാന്തര ഭീകര സംഘടനയായ അൽ-ഖ്വയ്ദ രംഗത്തെത്തി. ഓപ്പറേഷൻ സിന്ദൂറിനെ അപലപിച്ചും ഇന്ത്യക്കെതിരെ ജിഹാദിന് ആഹ്വാനം ചെയ്തുകൊണ്ടുമുള്ള അൽ-ഖ്വയ്ദയുടെ പ്രസ്താവന പുറത്തുവന്നിരിക്കുകയാണ്. പാകിസ്ഥാനുമേൽ ഇന്ത്യ വലിയ കടന്നാക്രമണം നടത്തി, അതിന് തിരിച്ചടി നൽകണം, ജിഹാദ് നടത്തണം എന്നാണ് ഈ പ്രസ്താവനയിൽ പറയുന്നത്. അൽ-ഖ്വയ്ദ ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന പേരിലാണ് പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യക്കെതിരായ യുദ്ധത്തിൽ ഒന്നിക്കണമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഭഗവ ഭരണകൂടം എന്നാണ് ഇന്ത്യയിലെ സർക്കാരിനെ പ്രസ്താവനയിൽ വിശേഷിപ്പിക്കുന്നത്. പാകിസ്ഥാൻ മണ്ണിൽ ഇന്ത്യൻ ആക്രമണം എന്ന തലക്കെട്ടോടെയാണ് ഇത് പ്രചരിക്കുകയും ചെയ്യുന്നത്. വിഷയത്തിന് പിന്നിൽ സംഘടിതമായ നീക്കമാണെന്നാണ് ഇന്റലിജൻസ് അനുമാനിക്കുന്നത്. ചിതറിക്കിടക്കുന്ന തീവ്രവാദ സംഘടനകളെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിൽ അൽ-ഖ്വയ്ദയ്ക്കുണ്ട് എന്ന് രഹസ്യാന്വേഷണ വിഭാഗം സംശയിക്കുന്നുമുണ്ട്. ലോകം ഗാഢനിദ്രയിലായിരുന്നപ്പോഴാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത്. സമീപ വർഷങ്ങളിൽ ഇന്ത്യ നടത്തിയ ഏറ്റവും വിപുലവും മാരകവുമായ തിരിച്ചടിയാണിത്. പാകിസ്ഥാനിലെ 9 ഭീകര ക്യാമ്പുകളാണ് ഇന്ത്യ ആക്രമിച്ചിരുന്നത്. ഒരു വിദേശിയടക്കം 26 വിനോദസഞ്ചാരികളുടെ മരണത്തിന് ഇടയാക്കിയ പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമെന്നോണമായിരുന്നു ഇന്ത്യയുടെ ഈ തിരിച്ചടി. 3 സേനകളും കൃത്യമായ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന രഹസ്യ നാമത്തിൽ നടത്തിയ ഈ ഓപ്പറേഷൻ പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ തളർത്തിക്കളഞ്ഞു. പാകിസ്ഥാൻ, പാക് അധീന കാശ്മീർ എന്നിവിടങ്ങളിലെ ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്. ഇന്ത്യക്കെതിരായ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും ലക്ഷ്യം വെക്കുകയും ചെയ്ത സ്ഥലങ്ങളാണിവ എന്നാണ് സൈന്യം പറയുന്നത്. ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ 90-ലധികം ഭീകരർ കൊല്ലപ്പെട്ടതായി കരുതുന്നുവെന്ന് വൃത്തങ്ങളും പറഞ്ഞിരുന്നു. അതേസമയം തന്നെ പാകിസ്ഥാൻ ആക്രമണത്തെ യുദ്ധപ്രവൃത്തി എന്നാണ് വിശേഷിപ്പിച്ചത്. തിരിച്ചടിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ഇന്ത്യ പാകിസ്ഥാനിൽ സൈനിക ആക്രമണം നടത്തിയതിന്റെ ആദ്യ സൂചന സൈന്യം തന്നെയാണ് പുറത്തുവിട്ടത്. എക്സിലെ ഒരു പോസ്റ്റിൽ സൈന്യം പറഞ്ഞത് നീതി നടപ്പാക്കപ്പെട്ടു, ജയ് ഹിന്ദ് എന്നായിരുന്നു. നിമിഷങ്ങൾക്കകം പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളൊന്നും തന്നെ ലക്ഷ്യമിട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ തന്നെ ഒരു ഹ്രസ്വ പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്തു. പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദികളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് വിശ്വസനീയമായ സൂചനകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാഷിംഗ്ടണിലെ ഇന്ത്യൻ എംബസി വിശദമായ ഒരു പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്തിരുന്നു. ആഗോളതലത്തിൽ തങ്ങളുടെ പ്രതികരണത്തിന്റെ ആഖ്യാനം നിർവചിക്കുകയും അമേരിക്കയെ കക്ഷി ചേർക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ ഉദ്ദേശ്യം. ഭീകര സംഘടനയായ ജെയ്ഷ്-ഇ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായ ബഹൽപൂർ ഉൾപ്പെടെ ആകെ 9 ഇടങ്ങളിലായിരുന്നു ഇന്ത്യൻ സൈന്യം ലക്ഷ്യമിട്ടത്. ലഷ്കർ-ഇ-തൊയ്ബയുടെ ആസ്ഥാനമായ മുരിദ്കെ, ഗുൽപൂർ, ഭീംബർ, ചക്കംറു, ബാഗ്, കോട്ലി, സിയാൽകോട്ട, മുസഫറാബാദ് എന്നിവിടങ്ങളിലും സേന ലക്ഷ്യമിട്ടിരുന്നു. പാകിസ്ഥാൻ വ്യോമാക്രമണത്തിനായി ഉപയോഗിച്ചത് ആഴത്തിലുള്ള ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത സ്കാൾപ് ക്രൂയിസ് മിസൈലുകൾ ഘടിപ്പിച്ച റാഫേൽ യുദ്ധവിമാനങ്ങളും വായുവിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രയോഗക്ഷമമായ കൃത്യതയുള്ള യുദ്ധോപകരണങ്ങളായ ഹാമർ ബോംബുകളുമാണ് എന്നാണ് വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നത്. പഹൽഗാം ആക്രമണത്തിന് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണവും ഉണ്ടായത്.